സമയം അവളുടെ ഉള്ളു മുഴുവൻ തൻ്റെ പ്രാണന്റെ ഇന്നുവരെ താൻ കണ്ടിട്ടില്ലാത്ത രൂപമായിരുന്നു. അവൾ ആരവിൻ്റെ അടുത്തേക്ക് വന്നു. എങ്ങനെ ഇനി വിളിക്കുമെന്ന ചിന്തയിലായിരുന്നു. വിളിച്ചാൽ പഴയതുപോലെ ദേഷ്യപ്പെടുമോ എന്നായിരുന്നു ജാൻവിയുടെ ചിന്ത. അവൾ രണ്ടും കൽപ്പിച്ച് ആരവിൻ്റെ തലയിൽ തൊട്ടു. സ്പർശനമറിഞ്ഞ വണ്ണം ആരവ് അവൻ്റെ തല ഉയർത്തി നോക്കി. അവൻ്റെ കണ്ണുകളിൽ ജാൻവി തേടുകയായിരുന്നു അവൻ്റെ ഉള്ളിലെ ഭാവം. പണ്ടത്തെ ആരവിൻ്റെ ദേഷ്യവും ഇപ്പോഴത്തെ ആരവിൻ്റെ കുറുമ്പും ഒന്നുമല്ല ആ കണ്ണുകളിൽ, മറ്റെന്തോ ഒരു ഭാവമാണ്. കരഞ്ഞു കലങ്ങിയ ആ ചുവന്ന കണ്ണുകളിൽ വേദനകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്നതായി ജാൻവിക്ക് തോന്നി. വേദനയോടെ തൻ്റെ മുഖത്തെ കുറ്റുനോക്കുന്ന ആരവിനെ കണ്ട് ജാൻവിയുടെ ഉള്ളു തകർന്നു. അവൾ ആരവിൻ്റെ മുഖം തൻ്റെ കൈകൾ കൊണ്ട് കോരിയെടുക്കുന്നതിനു മുൻപേ പൊടുന്നനെ ആരവൊന്ന് തേങ്ങിക്കൊണ്ട് ജാൻവിയുടെ മാറിൽ തൻ്റെ മുഖം ചേർത്ത് അവളെ ഇറുക്കപ്പുണർന്ന് കരയാൻ തുടങ്ങി. പ്രതീക്ഷിക്കാതെ സംഭവിച്ചതുകൊണ്ട് ജാൻവി ആദ്യമൊന്ന് പൊള്ളിപ്പിടങ്ങിയെങ്കിലും തന്നെ മുറുകെ പിടിച്ചുള്ള ആരവിൻ്റെ തേങ്ങൽ അവളെ വല്ലാതെ ഉരച്ചു. കുഞ്ഞുകുട്ടികൾ അമ്മയുടെ മാറിലെ ചൂടിൽ തൻ്റെ ദുഃഖങ്ങൾ കരഞ്ഞു തീർക്കുന്നത് പോലെ ആരവിൻ്റെ സങ്കടം തൻ്റെ നെഞ്ചിൽ കരഞ്ഞു തീർക്കട്ടെ എന്ന് ജാൻവിയും വിചാരിച്ചു. പക്ഷേ എന്താവും ഇതിനു മാത്രം ആരവേട്ടൻ്റെ മനസ്സിനെ നോവിച്ച സംഭവം എന്നായിരുന്നു ജാൻവിയുടെ ചിന്ത. ആരവിൻ്റെ കരച്ചിലിൻ്റെ ചീളുകൾ കുറഞ്ഞ് ആളൊന്ന് ശാന്തമായെന്ന് തോന്നിയതും ജാൻവി ആരവിൻ്റെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ ആരവ് അതേപോലെ തന്നെ ഒന്നുകൂടി ജാൻവിയെ മുറുക്കെ പിടിച്ചു. അമ്മയെ വിട്ടുപോകാൻ മടിക്കുന്ന കുഞ്ഞിനെ പോലെ ആരവ് അവളോട് ചേർന്ന് നിന്നു. ജാൻവി പതിയെ ആരവനോട് കാര്യം എന്താണെന്ന് ചോദിക്കാൻ തീരുമാനിച്ചു. ആരവേട്ട, ആരവേട്ട എന്ന് ജാൻവിയുടെ വിളിയിൽ ആരവ് പതിയെ അവൻ്റെ തലയുയർത്തി അവളെ നോക്കി. അപ്പോഴും അവൻ്റെ കരങ്ങൾ അവളെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അവൻ പുലമ്പുന്നുണ്ടായിരുന്നു. പ്ലീസ്, എന്നെ വിട്ടു പോകല്ലേ, എനിക്ക് പേടിയാകുന്നു. ഞാൻ വീണ്ടും പഴയതുപോലെ ആകുമെന്ന്. എനിക്കിനി എൻ്റെ മക്കളെ നിന്നെ നഷ്ടപ്പെടുമോ? എനിക്കറിയാം അവർ വന്നിരിക്കുന്നത് അതിനാ. എനിക്കവരെ കാണണ്ട. അറപ്പാണ് എനിക്ക്, വെറുപ്പാണ് അവരെ. അവരോ? ആരെക്കുറിച്ച് ആരവേട്ടനി പറയുന്നത്? അതോ അവരില്ലേ, എൻ്റെ പപ്പ എന്നെ വിട്ടു പോകാനുള്ള കാരണക്കാരി, എൻ്റെ ജീവിതം നശിപ്പിച്ച ദുഷ്ട. സ്വന്തം കുഞ്ഞായി എന്നെ തള്ളിക്കളഞ്ഞ് ആരുടെയോ കൂടെ അന്തിയുറങ്ങാൻ പോയില്ലേ അവർ, എനിക്ക് ജന്മം തന്ന സ്ത്രീ. അവരെ ഞാനിന്ന് കണ്ടു പെണ്ണെ. ഇപ്പോൾ ആരവിൻ്റെ മുഖത്ത് വേദനയേക്കാൾ കൂടുതൽ അവരോടുള്ള ദേഷ്യമാണെന്ന് ജാൻവിക്ക് മനസ്സിലായി. അപ്പോഴും തന്നെ പെണ്ണെ എന്ന് വിളിച്ചത് ആരവിൻ്റെ ഉള്ളിൽ അത്രത്തോളം ജാൻവി പെണ്ണ് പതിഞ്ഞു കഴിഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലായി. പിന്നെയും ആരവ് കുട്ടിക്കാലത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കരയാൻ തുടങ്ങി. തൻ്റെ കുട്ടിക്കാലം എത്രത്തോളം ആരവിനെ വേദനിപ്പിച്ചുവെന്ന് അവൻ്റെ വാക്കുകളിലൂടെ അവൾക്ക് മനസ്സിലായി. ആരവിന് പറയാനുള്ളതെല്ലാം അവൾ ഒന്നും മിണ്ടാതെ കേട്ടു നിന്നു. അതിനുശേഷം അവൾ ആരവനോട് ചോദിച്ചു, എവിടെ വെച്ചാ ആരവേട്ടൻ അവരെ കണ്ടത്? ചെറിയ പതർച്ചയോടെയാണ് ജാൻവി അത് ചോദിച്ചത്. അവളുടെ ചോദ്യത്തിനോടെ തന്നെ ആരവ് മറുപടിയും കൊടുത്തു. അവർ ഇന്ന് വന്നിരുന്നു ഹോസ്പിറ്റലിൽ. അവരുടെ മോൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അവൻ്റെ ഹാർട്ടിൻ്റെ ഹോൾ. പക്ഷേ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ ഞാൻ അവരെ കാണുന്നത്. മോൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറയാൻ വന്നിരിക്കുന്നു. അതും ഒരു ദാക്ഷിണ്യം കൂടാതെ എൻ്റെ 4 വയസ്സിൽ എന്നെ തള്ളിക്കളഞ്ഞ എനിക്ക് ജന്മം തന്ന സ്ത്രീ. എനിക്ക് അവരെ കണ്ടപ്പോൾ ദേഷ്യവും പിന്നെ പഴയ കാലം ഓർമ്മ വന്നു. ഇനി ഞാൻ പഴയ ആരുമില്ലാത്ത ആരുമാകുമെന്ന് എനിക്ക് പേടിയാവുന്നു. എനിക്കിനി താങ്ങാൻ പറ്റില്ല എന്നേങ്ങിക്കൊണ്ട് പറയുന്ന ആരവിനെ ജാൻവി ചേർത്ത് പിടിച്ച് തലയിൽ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദേ, ആരവേട്ടൻ്റെ ഈ ജാൻവി പെണ്ണ് ജീവനോടെ ഉള്ളിടത്തോളം കാലം ഇനി ഒരിക്കലും ആരവേട്ടനെ ഒറ്റയ്ക്കാക്കി ഞാനോ നമ്മുടെ മക്കളോ പോകില്ല. പോരെ, അത് ഞാൻ തരുന്ന വാക്കാം. തന്നെ ഉറ്റുനോക്കുന്ന ആരവിനെ നോക്കി ജാൻവി വീണ്ടും ചോദിച്ചു, ഞാൻ പറഞ്ഞത് ആരവേട്ടന് വിശ്വാസമായില്ലേ? അപ്പോൾ തന്നെ ആരവ് ജാൻവിയുടെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നേക്കാളും എനിക്ക് വിശ്വാസം എൻ്റെ ജാൻവി പെണ്ണിനെ. അത് കേട്ടപ്പോൾ ജാൻവിയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. അതുപോലെ അവരെ കണ്ട ഇനി പഴയതൊന്നും ഓർക്കേണ്ട. അവരെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല എന്ന് ചിന്തിച്ചാൽ മതി. നമ്മളെ വേണ്ടാതെ കളഞ്ഞിട്ട് പോയവരെ എന്തിനാ നമ്മൾ ഓർക്കുന്നത്? എനിക്കറിയാം കുഞ്ഞിലെ മനസ്സിൽ പതിയുന്നത് ഒരിക്കലും മനസ്സിൽ നിന്നും മായില്ല എന്ന്. പക്ഷേ ഇത് മായ്ച്ച് കളഞ്ഞേ പറ്റൂ. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ഇപ്പോഴും കൊതിക്കുന്ന ഒരു കുഞ്ഞ് ആരവ് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് അവരെ കണ്ടപ്പോൾ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നതും ഇങ്ങനെയൊക്കെ ചെയ്തതും. ഇനി അതൊന്നും ഓർക്കണ്ട കേട്ടോ. എൻ്റെ മക്കളെ നോക്കുന്നത് പോലെ തന്നെ ഞാൻ ആരവേട്ടനെ നോക്കാമേ.
അപ്പോൾ നിങ്ങളുടെ വിഷമമൊക്കെ മാറും. ഇങ്ങനെ തന്നെ നോക്കി പറയുന്ന ജാൻവിയെ കണ്ട് ആരവിന് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. എത്ര പെട്ടെന്നാണ് അവൾ തനിക്കൊരമ്മയായി മാറിയത്. അവളുടെ മാറിൽ എനിക്കൊരമ്മയുടെ സാന്ത്വനം ലഭിച്ചത്. പണ്ടും അവൾ അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഞാനല്ലേ അവളെ അകറ്റി നിർത്തിയത്. താൻ അവളെ ഇത്രയും വേദനിപ്പിച്ചിട്ടും തൻ്റെ നോവറിഞ്ഞ് തന്നെ ആശ്വസിപ്പിക്കാൻ എല്ലാ പരിഭവവും മാറ്റിവെച്ച് വന്നവളാണ് തൻ്റെ ജാൻവി പെണ്ണ്. ആ ചിന്തകൾ ആരവിൻ്റെ ചുണ്ടിൽ തൻ്റെ നല്ല പാതിയെക്കുറിച്ചെടുത്ത് ഒരു നറുചിരി വിരിഞ്ഞെങ്കിലും അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞു. അത് മനസ്സിലാക്കിയ വണ്ണം ജാൻവി ആരവിനോട് പറഞ്ഞു, ഇനി ഒരിക്കലും പഴയതൊന്നും ഓർക്കണ്ട കേട്ടോ. അന്ന് ചെയ്തതിനൊക്കെ നീ സ്നേഹിക്കുന്നതിനിടയിലും ഞാൻ ഇടയ്ക്ക് തന്നോളാം. അത് കേട്ട് ആരവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ആഹാ, അപ്പോൾ ജാൻവി പെണ്ണ് ഇതിനിടയിൽ ഇനിയും പ്രതികാരം വീട്ടുമോ? എത്ര പെട്ടെന്ന് വിഷമിച്ച് തകർന്നിരുന്ന തന്നെ തൻ്റെ ജാൻവി പെണ്ണ് ചിരിപ്പിച്ചത്. അവൾ ശരിക്കൊരു മാലാക തന്നെയാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ മാത്രം അറിയാവുന്ന, മായാജാലം അറിയാവുന്ന മാലാക എന്ന് ആരവോർത്തു. അതേലോ, പ്രതികാരം അത് വീട്ടാനുള്ളതാണ്. അത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ വീട്ടും, നോക്കിക്കോ ആരവേട്ട, വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞ് ജാൻവി നിലത്തു നിന്ന് എഴുന്നേൽക്കാൻ പോയതും ആരവ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ അടുക്കലേക്ക് വലിച്ചു. അതെ, നീ തന്നെയും എഴുന്നേറ്റ് പോവാതെ, എനിക്കൊരു കൈതാ, ഞാനും കൂടി എഴുന്നേക്കട്ടെ. ആ, എന്നാൽ വേഗം എഴുന്നേറ്റ് ഈ മുറി എങ്ങനെ കിടന്നോ അങ്ങനെ വൃത്തിയാക്കിയിട്ടോണം. ഞാൻ എൻ്റെ മക്കളെ സോഫയിൽ ഇരുത്തിയിട്ടാണ് വന്നത്. അത് നിങ്ങളവിടെ എന്താക്കി കാണുമോ എന്തോ, ജാൻവി ആരവിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോഴേ പ്രതികാരം വീട്ടാൻ തുടങ്ങിയ പെണ്ണ നീ, ഒന്ന് സഹായിക്കടി. ഇത്രയും സാധനം ഇനി അടുക്കി ഒതുക്കി എപ്പോൾ കഴിയാനാ? അതോ ഇത്രയൊക്കെ വലിച്ചു വാരി ഇട്ടതല്ലേ? ഒറ്റയ്ക്കല്ലേ അത് ചെയ്തത്? അപ്പോൾ ഇതൊക്കെ തന്നെ അങ്ങ് അടുക്കി വെച്ചാൽ മതി, ഞാൻ താഴെ പോവാം എന്ന് പറഞ്ഞ് ജാൻവി മുറി വിട്ടിറങ്ങി. ആഹാ, അപ്പോൾ ഇനി മുതൽ എൻ്റെ കട്ടപ്പുക എന്നും പറഞ്ഞ് ആരവ് തൻ്റെ പണികളിലേക്ക് കടന്നു. അയ്യോ, എനിക്കിനി വയ്യ, ഇതൊക്കെ മതി. എത്ര നേരമായി തുടങ്ങിയത് ഇത് അടുക്കാൻ? ഇതൊക്കെ ഞാൻ തന്നെയാണോ താഴെ എറിഞ്ഞത്? എറിഞ്ഞപ്പോൾ ഇത്ര സാധനമുള്ളതായി തോന്നിയതേ ഇല്ല. ഏത് സമയത്താണോ എനിക്കിതൊക്കെ വലിച്ചെറിയാൻ തോന്നിയത്? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരവിനെ കണ്ടുകൊണ്ടാണ് സിദ്ധു ആരവിൻ്റെ മുറിയിലേക്ക് കയറി വന്നത്. എന്താടാ പതിവില്ലാതെ ഒരു അടുക്കും പറക്കലും ഒക്കെ? അല്ല, ഞാൻ ചോദിക്കാതിരിക്കുമായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് വാലിൽ തീ പിടിച്ചതുപോലെ നീ പോകുന്നതാണെന്ന് വിജി പറഞ്ഞല്ലോ, എന്താ കാര്യം? വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുത്തില്ല. തിരക്കൊക്കെ ഒതുക്കി ഇനി പോകുന്നതാ ഞാൻ. അതോ, ഞാൻ അവരെ കണ്ടടാ, എന്നെ ഇങ്ങനെയാക്കിയ സ്ത്രീ. അവരെ കണ്ടടാ സിദ്ധു ഞാനിന്ന്. ഞാൻ ഓപ്പറേഷൻ ചെയ്തത് ആരെയാണെന്ന് അറിയാമോ? അവരുടെ മോനെ. അതും കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴാണ് അവരോട് അവരുടെ മോനെ രക്ഷിച്ചതിന് നന്ദി പറയാൻ വന്നിരുന്നത്. അതെനിക്കെന്തോ അപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു ഈ മുറി മൊത്തം. എൻ്റെ ജാൻവി പെണ്ണ് അവളുടെ മായാജാലം കൊണ്ട് എൻ്റെ മനസ്സിനെ എനിക്ക് തിരിച്ചു കൊണ്ട് തന്നു. അവളുടെ സാമ്യമാണ് സിദ്ധു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവളാണ് എൻ്റെ ഉള്ളിലെ നോവ് ശമിപ്പിച്ചത്. ഇപ്പോൾ ഇതേ ഞാൻ പിന്നെ ഓക്കെ ആയില്ലേ? പറ സിദ്ധു. അത് ചോദിച്ച് ആരവ് സിദ്ധുവിൻ്റെ കോളറിൽ കേൾപ്പിടിച്ചു. ആ, നീ ഓക്കെ ആയി, അത് ശരിയാ. ജാൻവി പണ്ടും അങ്ങനെ തന്നെയായിരുന്നില്ലേ? നീയല്ലേ അതൊന്നും മനസ്സിലാക്കാതെ അവളെ തള്ളിക്കളഞ്ഞത്? എന്ത് നല്ല അടിച്ചു പൊളിക്കാനുള്ള സമയമാടാ നീ കൊണ്ട് തൊലച്ചത്. നീ അതൊന്നും ഓർമ്മിപ്പിക്കാതെ സിദ്ധു. നീ സമയമുണ്ടല്ലോ. അതെന്താ ഇനി അടിച്ചു പൊളിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്? ആ, അങ്ങോട്ടേയല്ല, എൻ്റെ പെങ്ങാൻ നിന്നെ അടുപ്പിച്ചിട്ട് വേണേ അടിച്ചു പൊളിക്കാൻ. നിന്നെ മിണ്ടുക പോലും ചെയ്യാത്തവളാ നിൻ്റെ കൂടെ അടിച്ചു പൊളിക്കാൻ പോകുന്നു. ഒന്ന് പോടേർക്ക് എന്ന് പുച്ഛത്തോടെ പറയുന്ന സിദ്ധുവിനെ നോക്കി എന്തോ പറയാൻ ആരവാഞ്ഞതും ആ സമയത്താണ് ജാൻവി മുറിയിലേക്ക് കയറി വരുന്നത്. ആഹാ, അളിയന്മാർ രണ്ടും കൂടി എന്താ പരിപാടി? ഓ, കൂട്ടുകാരനെ സഹായിക്കുവാണോ അടുക്കി വെക്കാൻ? എന്ന ജാൻവിയുടെ ചോദ്യം കേട്ട് സിദ്ധു എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്നായിപ്പോയി. എൻ്റെ പങ്കക്ക് ഇതെന്തു പറ്റി? ദൈവമേ, രാവിലെ ഒരു മാറ്റമില്ലായിരുന്നല്ലോ. ഇപ്പോൾ അവൾ മിണ്ടിയത് രണ്ടുപേരോടും കൂടിയല്ലേ എന്ന് ചിന്തയിലായിരുന്നു സിദ്ധു. ആ ജാൻവി പെണ്ണെ, ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്, നോക്കിയേ, എല്ലാം പഴയതുപോലെ സെറ്റായില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ആരവ് ജാൻവിയുടെ അടുത്ത് പോയി നിന്നു. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്ന രീതിയിലായിരുന്നു സിദ്ധു. ഞാനേ മക്കളെ ഒന്ന് നോക്കട്ടെ സിദ്ധുവേ, നീ വരുന്നില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ആരവ് താഴേക്ക് പോയി. സിദ്ധുവിൻ്റെ നിൽപ്പ് കണ്ട് ജാൻവി സിദ്ധുവിനെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് താഴേക്ക് പോയി. ദേ നോക്കി അങ്ങോട്ട്, കണ്ടോ രണ്ടാളും? അതെന്താണെന്നറിയോ? അതാണ് സ്റ്റാർ. അതിനെ നോക്കിയേ, മിന്നുന്നേ കണ്ടോ? ആ,
എന്ന് പറഞ്ഞ് അപ്പൂസ് വാ തുറന്നതും ജാൻവി അവളുടെ വായിലേക്ക് ചോറ് വെച്ചു. അടുത്ത ഉരുള ആരവിന്റെ മടിയിലിരിക്കുന്ന കണ്ണനും കൊടുത്തു. രണ്ടു മക്കളെയും കൊണ്ട് ജാൻവിയും ആരവും വെളിയിൽ ഉമ്മറപ്പടിയിലിരിക്കുകയാണ്. അടുത്ത ഉരുള അപ്പൂസിന് നേരെ നീട്ടി. സ്റ്റാറിനെ നോക്കെന്ന് പറഞ്ഞ് ജാൻവി മുകളിലോട്ട് നോക്കിയതും തന്റെ കയ്യിലെ ചോറുള്ള വലിയൊരു വായ അകത്താക്കി കൂടെ കയ്യിലൊരു കുഞ്ഞു കടിയും കിട്ടി. ജാൻവി ഒന്നേങ്ങിപ്പോയി. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ ജാൻവിക്ക് കുറച്ചു നേരം എടുക്കേണ്ടി വന്നു. അവൾ തലതിരിച്ചു നോക്കിയപ്പോൾ മക്കളെക്കാൾ കുറുമ്പോടെ തന്റെ കയ്യിലെ ചോറുരുളയും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആരവിനെയാണ് കാണുന്നത്. ആദ്യം ഒരു ചമ്മലോ പരവേശമോ തോന്നിയെങ്കിലും പിന്നെ ആ മുഖത്തെ കുഞ്ഞു കുട്ടികളുടെ കൂട്ടുള്ള കുറുമ്പും അടുത്ത ചോറുരുളയ്ക്കായി വായ തുറ കാത്തു നിൽക്കുന്നതും കാണുമ്പോൾ ഉള്ളിൽ തന്റെ കുഞ്ഞുങ്ങളോടുള്ള പോലെ വാത്സല്യം തോന്നി ജാൻവിക്ക്. അവൾ അടുത്ത ചോറുരുള ആരവിന് നേരെ നീട്ടി. അവൻ സംതൃപ്തിയോടെ ആ ചോറുരുള വായിലാക്കി. കൂടെ അവളുടെ വിരലുകളും നുണഞ്ഞു. സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്നും ഒരുരുള ചോറ് കഴിച്ച ആത്മനിർവൃതിയായിരുന്നു ആരവിന്റെ കണ്ണുകളിലെ നീർതിളക്കത്തിൽ നിന്ന് ജാൻവിക്ക് കാണാൻ സാധിച്ചത്. പിന്നെ ഓരോ ചോറുരുളയും തന്റെ 3 മക്കൾക്കും ഒരമ്മ വാരിക്കൊടുക്കുന്നത് പോലെ ജാൻവി ഊട്ടി. ഉരുളകളുടെ എണ്ണം കൂടുന്തോറും ആരവിന്റെ കുസൃതികൾ കൂടിക്കൂടി വന്നു. കഴിച്ച് ചോറുരുളയോടൊപ്പം വിരലുകളിൽ കുഞ്ഞിക്കടികൾ കൊടുത്തു തുടങ്ങി. ആദ്യം അതത്ര കാര്യമാക്കിയില്ലെങ്കിലും പിന്നെ സ്ഥിരമായപ്പോൾ ജാൻവി ആരവിനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. ആ സമയം കുഞ്ഞുങ്ങളെപ്പോലെ ചുണ്ടുപിളർത്തി കാണിച്ചും കണ്ണുരുക്കി കാണിച്ചും കുസൃതി ചിരി കാട്ടിയും ജാൻവിയുടെ ഭീഷണിയെ അവൻ കളഞ്ഞു. 3 പേർക്കും ചോറ് വാരിക്കൊടുപ്പൊക്കെ കഴിഞ്ഞ് ചോറുണ്ണാൻ അടുക്കളയിൽ കയറിയപ്പോൾ 2 കരങ്ങൾ അവളെ പുറകിൽ നിന്നും ചുറ്റിപ്പിടിച്ച് അടുക്കള സ്ലാബിലിരുത്തി. പ്രതീക്ഷിക്കാത്തതായതിനാൽ ജാൻവി പേടിച്ച് ഒച്ച വെക്കാൻ തുടങ്ങി. അത് മുൻപേ കണ്ടിട്ട് ആ കൈകൾ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. പരിചയമുള്ള ചുടുനിശ്വാസം മുഖത്ത് പതിഞ്ഞതും ആളാരാണെന്ന് മനസ്സിലായ ജാൻവി ബഹളം വെക്കാതെ അടങ്ങി നിന്നു. ആരവ് അവളുടെ വായിൽ പൊതിഞ്ഞു പിടിച്ച കരം മാറ്റി അവളോട് പറഞ്ഞു, എന്റെ പെണ്ണെ, നീ എന്തിനാ ബഹളം വെക്കാൻ പോയത്? ഇവിടെ നിന്നെ ഇത്ര ധൈര്യത്തോട് പിടിക്കാൻ വേറെ ആര് വരാനാ, ഞാനല്ലാതെ. ജാൻവിക്ക് എന്തു പറയണമെന്നറിയാതെയായിപ്പോയി. ആരവ് ജാൻവിയിൽ നിന്നും വിട്ടുമാറി ഒരു പ്ലേറ്റ് എടുത്ത് ചോറും കറിയും വിളമ്പി അവൾക്ക് നേരെ ഒരു ചോറുള്ള നീട്ടി. അതവളുടെ കണ്ണുകളിൽ നീർത്തുള്ളികൾ നിറച്ചു. അത് പക്ഷെ സങ്കടത്തിൻ്റെതായിരുന്നില്ല, ഹൃദയം നിറഞ്ഞുള്ള സന്തോഷത്തിൻ്റെ ആയിരുന്നു. തൻ്റെ പാതി തനിക്ക് ആദ്യമായി നൽകിയ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ മധുരം നിറച്ച ചോറുരുള. അവൾ വായ തുറക്കാതെ കണ്ണും നിറച്ച് തൻ്റെ മുഖത്തും താൻ നീട്ടിയ ചോറുരുളയും നോക്കുന്നത് കണ്ട് ആരവ് തൻ്റെ ഇടത്തെ കൈകൊണ്ട് അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഞാനും നീയും നമ്മുടെ മക്കൾക്ക് അച്ഛനും അമ്മയും എന്ന പോലെ നമ്മളും പരസ്പരം നമ്മുടെ രക്ഷിതാവാണ്. ഞാൻ നിനക്കും നീ എനിക്കും ആദ്യത്തെ കുഞ്ഞ. അതിനുശേഷമേ നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതും അവർ നമുക്ക് വിലപ്പെട്ട നിധികളായതും. അവരെ എങ്ങനെ നീ പരിപാലിക്കുന്നു അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ മുകളിൽ നീ എന്നെ നോക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാം അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും നിന്നോടുള്ള പ്രണയം മറച്ചുവെച്ച് ഞാൻ ചെയ്തത് വലിയ തെറ്റാ. ഞാനന്ന് മറച്ചുവെച്ച ആ സ്നേഹം എനിക്കൊരു തടസ്സമില്ലാതെ നിന്നിൽ ഒഴുക്കണം. അതിനുള്ളതാണ് ഇനിയുള്ള ദിനങ്ങൾ. അതിനി ഒരു നിമിഷം പോലും മറച്ചു വെക്കാൻ എനിക്കാവില്ല ജാൻവി പെണ്ണെ. നീ കുറെ നേരമായിട്ടോ ജാൻവി പെണ്ണെ എന്നെ ഇങ്ങനെ പോസ്റ്റാക്കാൻ തുടങ്ങിയിട്ട്. ദേ ഇത് കഴിക്കു പെണ്ണെ എന്ന് പറഞ്ഞ് ജാൻവിയുടെ വായിലേക്ക് ആരവ് ചോറുരുള വെച്ചു കൊടുത്തു. അവൻ അവളെ അവന്റെ മനസ്സ് നിറയും വരെ ഊട്ടി. രാത്രിയിൽ പണിയെല്ലാം ഒതുക്കി ജാൻവി അടുക്കളയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മുറിയിലോട്ട് പോകാൻ ജാൻവിക്ക് ആകെ ഒരു വെപ്രാളം. അവളുടെ നടത്തം കണ്ടുകൊണ്ടാണ് സിദ്ധു അടുക്കളയിലേക്ക് രാത്രിയിൽ കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ വന്നത്. അവളുടെ നടത്തവും ടെൻഷനും കണ്ടപ്പോഴേ സിദ്ധു അവളോട് ചോദിച്ചു, എന്റെ പെങ്ങളൂട്ടി, നീ അടുക്കളയിൽ കിടക്കാനോ ഉദ്ദേശം? സമയം എത്രയെന്നറിയാവോ? പോയി കിടന്നുറങ്ങു വച്ചേ എന്നും പറഞ്ഞ് ജാൻവിയെ സിദ്ധു അടുക്കളയിൽ നിന്ന് ഓടിച്ചു വിട്ടു. ഇനി സിദ്ധുവിനോട് എന്തു പറയുമെന്നുള്ളത് കൊണ്ട് ജാൻവി അവളുടെ മുറിയിലേക്ക് നടന്നു.